എന്താണീ കാണിക്കുന്നേ? ഇത് പറ്റിയിടാ നിനക്ക്. എന്താടാ വിഷ്ണു? മോളെ, നീ കൂടി ഉണ്ടാവണം എപ്പോഴും, കേട്ടോ? മോളെ അവനെ ഒറ്റയ്ക്കാക്കല്ലേ മോളെ. നിന്നെ വിശ്വസിച്ച ഞാനുണ്ടാവും സത്യമേ, എന്നും. വിട്ടു കൊടുക്കില്ലിനി ഞാൻ അവൾക്ക്. ഇത് കുടിക്ക്, ശരീരം ഒന്ന് തണുക്കട്ടെ. ഇതെന്താ ഭാമേ, വിഷം കലക്കിയതാണോ വെള്ളം നടത്തി? രാഘവേട്ട ചുമ്മാതെ. അല്ല, കുറച്ചു കാലമായി നിന്റെ മോനെ കൊല്ലാക്കൊലയാണല്ലോ. ഇതിപ്പോ ഒറ്റയടിക്ക് കൊല്ലുകയാണെങ്കിൽ അത്രയും നല്ലതാ. അവസരിക്കുന്ന വേലാണ്ടിട്ടെ എന്റെയും കൂടെ മനസ്സ് പൊള്ളിയിട്ട് നീട്ടും പറയുന്ന ഇത്. എന്റെ അച്ഛൻ മതി, ഇനി ഇതിന്റെ പേരിൽ വെറുതെ. അച്ഛന്റെ മനസ്സ് നീറാൻ മോൻ കൈ പൊള്ളിച്ചെങ്കിലേ അത് സ്വയം ചെയ്തിട്ടാ, അല്ലാതെ ഞാൻ കൈ പിടിച്ച് നിലവിളിക്ക് കൊണ്ട് കാണിച്ചതല്ല. അമ്മേ മതി, ഒന്ന് നിർത്ത്. അല്ല സത്യമേ, ഇനി ഇതിന്റെ പേരില് ഇനി ഇങ്ങനൊരു വർത്തമാനം വേണോ? നീ ഒന്നും ഇടാതിരിക്കടാ. പണ്ട് ഇവന്റെ സൈഡും പറഞ്ഞ് രാഘവേട്ടൻ പലതും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞത് എനിക്ക് സഹിക്കില്ല. ഒരമ്മ മകന് കൊണ്ടുപോയി കൊടുക്കുന്നത് വിഷമാണോ രാഘവേട്ട? പ്രസവിച്ച ആദ്യ നിമിഷങ്ങളിൽ ഞാനാ എന്റെ മോന്റെ മുഖം കണ്ടിട്ടുള്ളത്. പിന്നീടേ ഉള്ളൂ അച്ഛനും ബന്ധുക്കളും ഒക്കെ. ശരീരം പൊട്ടി വേദന അനുഭവിച്ച ഒരമ്മയും സ്വന്തം മോന് വിഷം കൊടുക്കില്ല. ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോടുള്ള വികാരത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് പ്രസവിക്കണം. ഒരാണിന് അതെത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അതിപ്പോ സ്വന്തം അച്ഛനായാലും അതങ്ങനെ തന്നെയാ. അയ്യോ അമ്മേ തായേ, മതി 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 ഈ മൈതാന പ്രസംഗം. പ്രസവിക്കുന്ന അമ്മയെ പോലെ തന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കുമുണ്ട് വേദനയും വികാരവും എല്ലാം. 10 മാസം ചുമന്ന് പ്രസവിച്ചെന്ന് പറഞ്ഞ് അത് പറഞ്ഞ് സ്ഥാപിക്കാനുള്ളതല്ല, പ്രവൃത്തി കാണിക്കാനുള്ളതാ. സ്വന്തം മകന് പൊള്ളലേറ്റിരിക്കുന്നതേ കൈക്കോ കാലിനുമല്ല, അവന്റെ മനസ്സിനാ. അത് ചെയ്തിരിക്കുന്നത് നീയും. അവന്റെ സ്വന്തം ഭാര്യയാ അവനിൽ നിന്ന് പിടിച്ചെടുത്ത് പുറത്തേക്ക് എറിഞ്ഞിരിക്കുന്നത്.
അപ്പൊ മുറിവ് ഏത് മരുന്നിട്ടും എന്തു മോരം വെള്ളം കൊടുത്തു ഉണക്കാന്നാ നീ കരുതിയിരിക്കുന്നേ? അവനെ നീ നൊന്ത് പ്രസവിച്ച പോലെ ഈ നെഞ്ചിലും തോളിലിട്ട് വളർത്തിയ ഈ അച്ഛൻ ചോദിക്കുന്ന ചോദ്യ നീ ഉത്തരം പറഞ്ഞാ മതി. ദേ ഇപ്പൊ ഈ പ്രസംഗം നടത്തുന്നത് രാഘവേട്ടന്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇവൻ ഈ കൈ പൊളിച്ചതും വേദന അനുഭവിക്കുന്നതും സ്വന്തമായിട്ട് ചെയ്തതാണെന്ന്. സ്വയം കൃതാനാർത്ഥം എന്ന് പറയും. അതിന്റെ ഫലമേ സ്വയം അനുഭവിച്ചേ പറ്റൂ. പിന്നെ ഇവന്റെ ഭാര്യയുടെ കാര്യം, അത് ഞാനിവിടുന്ന് ഇറക്കി വിട്ടവളല്ല. ദാ ഈ നിൽക്കുന്ന കാർത്തികയ. ഇവൻ താലിയും മാലയും ചാർത്തി ഇവിടെ വിളിച്ചോണ്ട് വന്ന് സ്വന്തം ഭാര്യയാണെന്ന് നമ്മളെ പരിചയപ്പെടുത്തി തന്ന പെൺകുട്ടി. അല്ലെന്ന് ഇവൻ പറയട്ടെ, അപ്പൊ പറയാൻ ഞാൻ ബാക്കി. അമ്മേ മതി, നിർത്ത്. എന്റെ പേര് പറഞ്ഞ് പോരടിച്ച് മതി. അമ്മ പറഞ്ഞത് ശരി തന്നെയാ. ഞാൻ സ്വയം ചെയ്തു വെച്ച പ്രവൃത്തിയാ. അമ്മ പറഞ്ഞതുപോലെ സ്വയം കൃതാനാർത്ഥം. അതിന്റെ വേദനയും കഷ്ടപ്പാടും ഞാൻ തന്നെ അനുഭവിച്ചോളാം. അച്ഛനും അമ്മയും പ്രസവിച്ചതിന്റെയും തോളി ചുമന്നതിന്റെയും കണക്ക് പറയുമ്പോ മക്കൾ അനുഭവിക്കുന്ന ഒരു മനസ്സന്തോഷം ഉണ്ടല്ലോ, അതങ്ങോട്ട് ഉള്ളിൽ നിന്ന് നീര് പൊട്ടി കണ്ണിക്കൂടെ ഒഴുകാൻ തുടങ്ങി എനിക്കിപ്പോ. രണ്ടുപേരോട് ഒരുപാട് നന്ദിയുണ്ട്. എന്നെ ജനിപ്പിച്ചതിനും ഊട്ടി വളർത്തിയതിനും ഉടുപ്പും പഠിപ്പും എല്ലാം തന്നതിനും. ഇനി ഞാൻ അങ്ങോട്ട് സ്വയം ജീവിക്കാൻ പോവാ. ഉപകാരത്തിനും ഉപദ്രവത്തിനും വരരുത്. മാറിവിളെ, മതി. ഇനി കണക്ക് പറച്ചിൽ കേൾക്കാൻ പാടില്ല. കാർത്തികയെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നത് എന്റെ തെറ്റില്ല, സ്വയം കൃതാനാർത്ഥം. ഇനിയെങ്കിലും ആ തെറ്റി ഞാൻ തിരുത്തണം. എല്ലാ ശാലിയോട് തുറന്നു പറഞ്ഞാലേ പറ്റൂ. ഉടൻ തന്നെ. നിങ്ങളുടെ വീട്ടിൽ വളരുന്ന കുട്ടിയെ മകളുടെ അച്ഛൻ ആരാണെന്ന് എന്തൊരു ഇരിപ്പാടി മോളേത്. ഇവിടെ വന്നിട്ട് ഇതുവരെ ജലപാനം ഇല്ലാതെ ഇതേ ഇരിപ്പിരുന്ന ദൈവങ്ങൾ പോലും പ്രത്യക്ഷപ്പെടുന്ന മട്ടാണല്ലോ. ഈ പറഞ്ഞതൊക്കെ പാഴ്സങ്കല്പങ്ങളും മാത്രമാണമ്മേ. എനിക്ക് തോന്നുന്നത് മനുഷ്യന്റെ കഷ്ടപ്പാടുകൾ കണ്ടുകണ്ട് ദൈവത്തിനങ്ങ് ലഹരി കയറിയിരിക്കുകയാണെന്നാ. ഒറ്റക്കാലിൽ നിന്നുള്ള നിരാഹാര തപസ്സും പഞ്ചാഗ്നി നടുവിലുള്ള ജപമന്ത്ര തപസ്സും ഒക്കെ ഓൾഡ് ഫാഷനായി. ന്യൂ ജനറേഷൻ ദൈവങ്ങൾക്കിഷ്ടം നമ്മളെയൊക്കെ കൊല്ലാതെ കൊന്ന് കണ്ട് രസിക്കുന്നതാ. മതി ദൈവം എന്നാ പറഞ്ഞത്. ഇവിടെ നിന്റെ കാര്യത്തിലേ ദൈവങ്ങൾക്കൊന്നും ഒരു പങ്കുമില്ല. മറിച്ച് 100% നിന്റെ മാത്രം തീരുമാനങ്ങളാ, നിന്റെ മാത്രം നിർബന്ധങ്ങളും നിന്റെ മാത്രം കുറ്റങ്ങളും എന്ന് ഞാൻ പറയും. വർഷങ്ങൾക്ക് മുമ്പേ
ഞാനോ ദൈവമാണോ പറഞ്ഞത് ഒരു കുഞ്ഞിനെ ശ്യാമയ്ക്ക് കൊടുക്കാൻ? അതിനു മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടാണോ നീ ഗർഭിണിയായ കാര്യം വിഷ്ണുവിനോട് മറച്ചുവെക്കാൻ? പ്രസവശേഷം 5-6 വർഷങ്ങൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കാനും ഒരിക്കലും വിഷ്ണുവിനടുത്തേക്ക് മടങ്ങി പോവില്ലെന്ന് തീരുമാനം എടുത്തതും ദൈവമോ ഞാനോ ഒന്നും അല്ലല്ലോ, നീ സ്വയം തന്നെയല്ലേ. എന്നിട്ട് എന്തിനാ ഇപ്പോ അമ്മയെ എന്നെ വിചാരണ ചെയ്യാ? എന്താ എനിക്കുള്ള ശിക്ഷ? അതുകൂടി അമ്മ പറഞ്ഞേക്ക്. അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. വധശിക്ഷയ്ക്ക് മടിയുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഈ ജീവിതം ഞാനായിട്ട് അങ്ങ് അവസാനിപ്പിച്ചേക്കടി മോളെ. സോറി അമ്മ. ഞാൻ അമ്മയുടെ മോള് മാത്രമല്ല, സത്യയുടെ അമ്മയും ശ്യാമയുടെ കുഞ്ഞേച്ചിയാ. ആ റോഡുകൾ ചെയ്യുമ്പോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങൾ വരും ജീവിതത്തില്. ആർക്കും അങ്ങനെ വേദന കൊടുക്കാതിരിക്കാനാ അമ്മ പറഞ്ഞ കുറ്റങ്ങൾ മുഴുവൻ ഞാൻ ചെയ്തത്. ഒന്നും എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയായിരുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി മാത്ര. മോളെ, ഇതെല്ലാം അറിയായിരുന്നിട്ടും എന്റെ അമ്മ പോലും എന്നെ കുറ്റപ്പെടുത്തി മാത്രം. അങ്ങനെയല്ല മോളെ. ശാലി, എന്റെ കുറുപ്പ് സാറേ, ഇതങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല. ആ സത്യഭാമ തനി രാക്ഷസിയാ, തനി രാക്ഷസി. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമ്പോൾ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ അകൽച്ച വരുന്നതും അടിയുണ്ടാവുന്നതും മരുമകൾ വീട് വിട്ടിറങ്ങുന്നതുമൊക്കെ ഈ നാട്ടിൽ സർവ്വസാധാരണമാണ്. പക്ഷേ വിഷ്ണു ലീഗലി കല്യാണം കഴിച്ച എന്റെ മോള് ശാരീരികമായോ മാനസികമായോ ജീവിച്ചിരിക്കുമ്പോ ആ സത്യഭാമ എങ്ങനാ വിഷ്ണുവിനെ കൊണ്ട് രണ്ടാമതൊരു കല്യാണം കഴിപ്പിക്കുക? അതാണ് എന്റെ ചോദ്യം. ആ സത്യകുട്ടി, മോളൊന്ന് അകത്ത് പോയി കളിക്കും. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനിയെങ്കിലും അമ്മ ഒരു കാര്യം പറഞ്ഞാ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് മോളൊന്ന് ആലോചിക്കുവോ? എന്റെ വിചാരത്തിലും വിശ്വാസത്തിലും പ്രധാനമായിട്ട് നീ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ, ഒരേ ഒരു തെറ്റ്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റയ്ക്ക് പരിഹാരം കാണാമെന്നുള്ള നിന്റെ അനാവശ്യ വാശി, അതിനുള്ള പിടച്ചടിച്ചിൽ, അതുമാത്രം. ലോകത്ത് ഒരു മനുഷ്യർക്കും പ്രശ്നങ്ങൾ ഒഴിഞ്ഞ് ജീവിതം കിട്ടിയിട്ടില്ല. ഒരു ദാമ്പത്യവും കലഹം കൂടിച്ചേരലില്ലാതെ മുന്നോട്ട് പോയിട്ടില്ല. അതാണ് മനുഷ്യജീവിതത്തിന്റെ രസതന്ത്രം തന്നെ. നമ്മൾ പക്ഷേ അതിനെ നേരിടേണ്ടത് ഒറ്റയ്ക്കാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. മറിച്ച് ഇരട്ടയ്ക്ക. ഭാര്യ ഭർത്താവുമായും ഭർത്താവ് ഭാര്യയുമായി ചേർന്ന് ഇരട്ടയ്ക്ക്. അപ്പോഴേ അതിന് പരിഹാരമാകും. അപ്പോഴേ നമുക്ക് കരച്ചിലൊഴിഞ്ഞ് സമാധാനമായിട്ടൊരു ജീവിതം കിട്ടും. അപ്പം നിനക്ക് തോന്നും ശാരദ ഒറ്റയ്ക്കല്ലേ 3 പെൺമക്കളെയും കൊണ്ട് ജീവിതം ഒറ്റയ്ക്ക് ജീവിച്ചതെന്ന്. ശരിയാണ്, പക്ഷെ അത് നിവൃത്തികേടുകൊണ്ട് ചെയ്തു പോയതാ, അല്ലാതെ സ്വയം ആഗ്രഹിച്ചിട്ടല്ല. എത്ര വലുതും മഹത്തരവുമാണെന്ന് പറഞ്ഞാലും അതിനൊരു കുറവുണ്ടാവും, തീർച്ചയാ. ഞാനപ്പൊ എന്ത് ചെയ്യണം അമ്മ പറയുന്നേ? തുറന്ന് സംസാരിക്കണം വിഷ്ണുവായിട്ട്. അവൻ നിന്റെ ഭർത്താവും 2 കുട്ടികളുടെ അച്ഛനുമാണ്. നിന്റെ ജീവിതത്തിൽ എന്ത് നടന്നു, എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു എന്നൊക്കെ അവനും അറിയട്ടെ. അപ്പോഴേ അവന് മനസ്സിലാകൂ നീ ചെയ്ത ത്യാഗം എന്താണെന്ന്. അപ്പോഴേ അവന് മനസ്സിലാകൂ
അവൻ നിന്നെ എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിച്ചതെന്ന്. അപ്പോഴേ അവന് നിന്റെ മനസ്സിന്റെയും പ്രവൃത്തിയുടെയും ശക്തിയും സൗന്ദര്യവും ഒക്കെ തിരിച്ചറിയാനാകൂ. മോളെ, വിഷ്ണുവിനോട് നീ തുറന്ന് സംസാരിക്ക്. എല്ലാം ശരിയാകും, എനിക്കുറപ്പുണ്ട്. ആ ശാലിനി, നീ ഇറങ്ങ്. നമുക്ക് ഉടനെ ഒരു വക്കീലിനെ പോയി കാണണം. ഒപ്പം DGPയെയും. ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോ മകനെ കൊണ്ട് മറ്റൊരു കല്യാണം നടത്തുന്ന സത്യഭാമയെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യിച്ചേ പറ്റൂ. നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം. ഒന്നേ ഗോപാലേട്ടാ, അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. കാര്യങ്ങള് ഞാനിവളെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോ അവൾക്ക് ചിന്തിക്കാൻ അല്പസമയം കൊടുക്ക്. ഉചിതമായ തീരുമാനം അവള് തന്നെ സ്വയം എടുത്തോളൂ. അല്ല, ഞാൻ പറയുന്നത് എന്തായാലും ഇത്രയും ക്ഷമിച്ചില്ലേ, അല്പസമയം കൂടി ഒന്ന് ക്ഷമിക്ക്. ശാരദ, അത് ഗോപാലേട്ടാ, ഹലോ. ആ പറയൂ സാർ. ശരിയായിരിക്കും. എന്റെ ഏറ്റവും വലിയ തെറ്റ് രാത്രി ഞാൻ വരും. ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? വരണം വിഷ്ണുവേട്ട, നമുക്ക് സംസാരിക്കണം. അമ്മ പറഞ്ഞ കുറ്റങ്ങള് ഈ രാത്രി എനിക്ക് പരിഹരിക്കണം. എന്നാലേ എല്ലാം ശരിയാവൂ. ഞാനിവിടെ ഉണ്ട്.
പറഞ്ഞിട്ടില്ല. മെസ്സേജില് രാത്രിയെ കാണാൻ വരുന്നെന്ന് അറിഞ്ഞപ്പോ ഇത് സംസാരിക്കാൻ പറ്റിയ സ്ഥലമെന്ന് തോന്നി. വിരോധമില്ലെങ്കിൽ അകത്തേക്ക് വരാം. വിരോധമുണ്ട് ഇങ്ങനെ സംസാരിക്കുന്നതിനോട്. ഇങ്ങനെ ഫോർമാലിറ്റി സംസാരിക്കുന്ന ശാലിനി മാഡത്തിനെ കാണാനല്ല ഞാൻ വന്നത്. പണ്ട് പകലൊരു പൂമഴയില് ആദ്യമായിട്ട് ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടു പോയ എന്റെ ശാലിനിയെ കാണാനാ.